നാടിനെ ഒന്ന് ചേർത്ത് നിർത്താൻ പ്രത്യേകിച്ച് ഓട്ടോ ഡ്രൈവേഴ്സ്, അതായത് പിന്നെ അല്ലെ സുൽഖാനെ, അതായത് ഫോർട്ട് കൊച്ചിയിലെ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ അസോസിയേഷനാണ്. നിങ്ങൾ അവിടെ എത്ര പേരുണ്ട്? എമർജൻസിയായിട്ട് 50 പേരുള്ള ഡ്രൈവേഴ്സ് ടീം എമർജൻസിയുമായിട്ട് ചേർന്നാണ് പോകുന്നത്. തീർച്ചയായിട്ടും ആ പ്രവർത്തനങ്ങളിലൊക്കെ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞത്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഇവരവിടെ ചെയ്തു തരും. ആ നിലയിലുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കൂട്ട് സഹായിച്ചതിന് ഈരാറ്റുപേട്ടയോട് ചേർന്ന് ഈ നാടിന് വേണ്ടി, പൗരാവലിക്ക് വേണ്ടി മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ നിങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. തിരിച്ചും എല്ലാ സ്നേഹവും ഉണ്ടാവും. ഞങ്ങള് ഫോർട്ട് കൊച്ചി കമാലക്കടവ് ഓട്ടോ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയാണ്. ഞങ്ങൾ ഇതിനു മുമ്പുമുള്ള പ്രളയങ്ങളിലൊക്കെ നമ്മൾ ടീം എമർജൻസി ആയിട്ട് വയനാടും എറണാകുളം ജില്ലയിലെ തന്നെ പാനായിക്കുളം ഭാഗങ്ങളിലൊക്കെ പോയിട്ട് ഇതുപോലെ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ഇവിടെയും ഞങ്ങൾ ഇതുപോലെ വരാനിരുന്നപ്പോൾ ഏകദേശം ഇവിടെ എല്ലാം ഒരു ടീം എമർജൻസിന്റെയും നാട്ടുകാരുടെയൊക്കെ കൂട്ടായ്മന്റെ പേരിൽ ഏകദേശം എല്ലാം ഒന്ന് ശാന്തമായി എന്നറിഞ്ഞു. പിന്നെ 400-ഓളം വീടുകൾ തകർന്ന് അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു ഒട്ടപ്പാച്ചിലാണ് ഇവിടുത്തെ ആളുകൾ എന്നെല്ലാം അറിഞ്ഞപ്പോൾ നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ ഒരു കൈത്താങ്ങ് സമാഹരിച്ചിട്ടാണ് ഞങ്ങളോട് വന്നേക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് ആളുകൾ നമുക്ക് തന്നിട്ടുള്ള കുറച്ച് വീട്ടുപകരണങ്ങൾ ഇത് ടീം എമർജൻസിയെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ടീം എമർജൻസിയെ ഏൽപ്പിക്കാനായിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഫേസ്ബുക്കിലെയും യൂട്യൂബിലെയും ടീം എമർജൻസിയുടെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരാൾ വെള്ളത്തിൽ പോയാൽ, മാല പോയാൽ, മൊബൈൽ പോയാൽ, എന്തിനും ഏതിനും സ്വന്തം ജീവൻ പോലും വില കൽപ്പിക്കാതെ മറ്റൊരാളുടെ ബോഡി ആണെങ്കിലും മറ്റുള്ള സാധനങ്ങളാണെങ്കിലും കണ്ടെത്തി കൊടുക്കാൻ ടീം എമർജൻസി കാണിക്കുന്ന ആ ഒരു ഉത്സാഹം തീർച്ചയായിട്ടും അതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഈരാറ്റുപേട്ടയിലേക്ക് ഈ സാധനങ്ങളുമായിട്ട് വന്നപ്പോൾ ടീം എമർജൻസിയെ തന്നെ ബന്ധപ്പെടാനുള്ള കാരണവും. മുന്നോട്ടും ഇതുപോലെ എന്തെങ്കിലും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ കൊച്ചിക്കാർ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. തിരിച്ച് ഞങ്ങൾക്കും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ വേണം. ഞങ്ങളെന്നും കൊച്ചിക്കാര്, നിങ്ങളെല്ലാം മലമുകളിലാണ്. ഇത്രയും വെള്ളപ്പൊക്കം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഞങ്ങൾ നിൽക്കുന്നത് വേമ്പനാട് കായലിന്റെയും അറബിക്കടലിന്റെയും നടുക്ക്. ഒരു വെള്ളത്തിലൊരു പ്ലൈവുഡ് എങ്ങനെയാണോ കിടക്കുന്നത് അതേ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കൊച്ചിക്കാർ ജീവിക്കുന്നത്. ഏത് ദിശയിൽ നിന്ന് വെള്ളത്തിൽ കയറിയാലും ഞങ്ങൾ വെള്ളത്തിനടിയിലാകും. ഇത്രയും മലമുകളിൽ നിങ്ങൾ കിടക്കുന്ന നിങ്ങൾക്ക് ഇവിടെ ഇത്രയും വെള്ളപ്പൊക്കം നേരിടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു വെള്ളപ്പൊക്കം കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി താഴത്തും കടലും മുകളിലുമാണ്, ചുറ്റും വെള്ളമാണ് പശ്ചിമകൊച്ചി എന്ന് പറയുന്നത്. അപ്പോ ഏത് നിമിഷവും നമ്മളും ഇതുപോലെ ദുരന്തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അന്നും ഇതുപോലെ നല്ല നല്ല കരങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ ഓടിയെത്തണം എന്നുള്ള ഒരു നെയ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സാമൂഹിക പ്രവർത്തനമായിട്ട് നിങ്ങളുടെ എത്തിയേക്കുന്നത്. നമ്മളുടെ എല്ലാം പ്രാർത്ഥനയും ഇത് തന്നു വിട്ടവരുടെ പ്രാർത്ഥനയും എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് കൊച്ചിയിൽ നിന്നെത്തിയ ഓട്ടോസ് ഡ്രൈവേഴ്സ് യൂണിയനാണ്. ടീം എമർജൻസിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങൾ ടീം എമർജൻസി ആ ഏരിയയിൽ പല റെസ്ക്യൂ സംവിധാനവുമായി അല്ലെങ്കിൽ റെസ്ക്യൂവിന് അവിടെ പോകുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിക്കുകയും ഇവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ അറിയിക്കുമ്പോൾ ഇവരും പല ജീവനുകൾ രക്ഷിച്ച ആളുകളാണ്. അവരിന്ന് ഈരാറ്റുപേട്ടയുടെ ഈ അവസ്ഥ, നമ്മുടെ ഈ വെള്ളപ്പൊക്കത്തിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങളെ സമീപിക്കുകയും അതിന് വേണ്ട സഹായ സഹകരണങ്ങളും കുറച്ച് സാമഗ്രികളും അത്യാവശ്യം ഉപയോഗത്തിനുള്ള സാധനങ്ങളുമായി ഈരാറ്റുപേട്ടയിൽ എത്തിയിരിക്കുകയാണ്. അത് നമ്മുടെ കമ്മ്യൂണിറ്റി കിച്ചൺ, അതായത് പൗരാവലി നടത്തുന്ന ആ ഒരു സംരംഭത്തിലേക്ക് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും അതിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്.